പ്രിയ വാർത്തയിലേക്ക്. കോട്ടയം മാർപ്പൂക്കരയിൽ അതിതീവ്ര വെള്ളപ്പൊക്കത്താൽ ഒറ്റപ്പെട്ടുപോയ വീടുകളിലേക്ക് എത്തി എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പകർത്തി ജനം TV സംഘം. കരിപ്പയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും മാത്രം സഞ്ചരിച്ച അതിദുർഘടമായ പ്രദേശത്തെ വിവരങ്ങളാണ് ജനം TV സംഘം സ്ഥലത്തെത്തി പകർത്തിയത്. കരിപ്പയിൽ വീടുകളിൽ ഒറ്റപ്പെട്ടുപോയ വയോധികരെ ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം നടത്തി പുറത്തെത്തിച്ചു. ആർപ്പൂക്കര കരിപ്പ ഭാഗത്താണ് വീടുകൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. വയോധികരായിട്ടുള്ള ആളുകൾ വീടുകളിൽ വെള്ളം കയറി കുടുങ്ങിപ്പോയ ഒരു സാഹചര്യമുണ്ടായി. അവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി അവരെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്, സുരക്ഷിത മേഖലകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് അതിതീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരിക്കുന്നത്. സുരക്ഷിതമായ സ്ഥലം എന്ന് കരുതിയ പല ഇടങ്ങളിലേക്കും വെള്ളം ഇന്നലെ രാത്രി ഇരച്ചെത്തി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പ്രതീക്ഷിക്കാതെ എത്തിയ വെള്ളപ്പൊക്കമായതുകൊണ്ട് തന്നെ വെള്ളം ഇരച്ചെത്തുകയായിരുന്നു എന്നുള്ള സാഹചര്യമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആവശ്യ വസ്തുക്കൾ പോലും മാറ്റാനോ മുൻകരുതലെടുക്കാനോ ഒന്നും നാട്ടുകാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമായി നിലനിൽക്കുന്നത്. ഇനി ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട്, എന്താണ് അവസ്ഥ? ഇനി ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഇതുവരെ അറിവായിട്ടില്ല. അറിവായവരൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളം കേരളത്തിൽ അല്ലെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ച് വീടുകളിൽ ഇരിക്കുന്ന ആളുകൾ വൈകുന്നേരത്തോടുകൂടി ഇതുപോലെ തന്നെ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോട്ടയത്തു നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ഇപ്പോൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെ രക്ഷാപ്രവർത്തനം നടത്തി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള മറ്റിടങ്ങളിലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു. അതിന് തൊട്ടടുത്തോട് ചേർന്നിരിക്കുന്ന പ്രദേശങ്ങളിൽ എത്തി ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭാഗങ്ങളിൽ അങ്ങനെ വയോധികരൊന്നും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പഞ്ചായത്ത് ജനപ്രതിനിധികളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വയോധികരായിട്ടുള്ള ആളുകളെയൊക്കെ പരമാവധി ഇവിടെ നിന്ന് മാറ്റുക, സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൗത്യമായി രക്ഷാപ്രവർത്തകർക്ക് മുന്നിലുള്ള കാര്യം. ഇപ്പോൾ കഴുത്തറ്റം വെള്ളം ഉണ്ടായിരുന്ന പ്രദേശമാണ്. വളരെ വേഗത്തിലാണ് വെള്ളം കയറുന്നത്. ആർപ്പൂക്കര പഞ്ചായത്ത് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയാണ്. മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. മീനച്ചിലാറിനോടൊക്കെ ചേർന്ന പ്രദേശമാണ്. കിഴക്കൻ മേഖലയിൽ നിന്ന് മീനച്ചിലാർ, പാല, ഈരാറ്റുപേട്ട, പൂഞ്ഞാർ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം ഇവിടേക്കാണ് എത്തുന്നത്, പടിഞ്ഞാറൻ മേഖലയിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത്, ഈ മണിക്കൂറുകളിൽ ഈ പ്രദേശത്ത് വെള്ളം ഉയരുന്നതിനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ കനക്കുകയാണെങ്കിൽ, മഴ തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ വെള്ളം ഈ പ്രദേശത്ത് കൂടുന്നതിനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. കുമരകം, ഇല്ലിക്കൽ, താഴത്തങ്ങാടി, കോട്ടയം പടിഞ്ഞാറൻ മേഖലയായിട്ടുള്ള ഈ പ്രദേശങ്ങൾ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന കരിപ്പ, ആർപ്പൂക്കരയിലെ കരിപ്പ ഭാഗം എന്നിവിടങ്ങളിലാണ് അതിതീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നത്. കുമരകം ചേർത്തല റോഡ് പൂർണ്ണമായും വെള്ളത്തിലായിട്ടുണ്ട്. ആ ഭാഗത്തോടുള്ള ഗതാഗതം നിലച്ചിട്ടുണ്ട്. ഈ റോഡ് ഒഴിവാക്കണമെന്നുള്ള ഒരു ആവശ്യം ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം മണ്ണർകാട് ബൈപ്പാസിൽ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ പല വഴികളും ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായി നിലച്ച അവസ്ഥയാണ്. റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. മിക്ക വീടുകളിലേക്കും ആർപ്പൂക്കരയിലെ കരിപ്പയിലെയും കുമരകം, ഇല്ലിക്കൽ, താഴത്തങ്ങാടി ഭാഗത്തെയും മിക്ക വീടുകളും വെള്ളത്തിലായി, പൂർണ്ണമായും ഭാഗികമായും വെള്ളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ വെള്ളപ്പൊക്കത്തിൻ്റെ ഭീഷണി ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുകയാണ് ഈ പ്രദേശത്ത്. ഈ നാട്ടുകാർ പറയുന്നത് 2018 പ്രളയത്തെ ഓർമ്മിപ്പിക്കുന്ന വിധമാണ് ഈ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും വലിയ രൂക്ഷമായ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. 2018 പ്രളയത്തെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സുരക്ഷിത മേഖലകളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് ആളുകൾ സ്വമേധയാ രാവിലെ മുതൽ ഒഴിഞ്ഞു പോകുന്ന കാഴ്ചയുമാണ് ആർപ്പൂക്കര പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്ന്, പ്രത്യേകിച്ച് കരിപ്പ മേഖലകളിൽ നിന്നൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. എളുപ്പമായിരുന്നു ഇവരെ പുറത്തെത്തിക്കുക? ശരിക്കും വെള്ളം നിറഞ്ഞു കിടക്കുന്ന കാരണം നമുക്ക് വഴിയെന്ന് പറയുന്ന കാരണം ഇച്ചിരി ദുർഘടം പിടിച്ച അവസ്ഥ തന്നെയാണ്. പിന്നെ ഇവിടെയുള്ള നാട്ടുകാർ വരുന്നത് കൊണ്ട് അത്യാവശ്യം വഴിയൊക്കെ ചോദിച്ച് നമ്മൾ പ്രായമായ ആൾക്കാരെ വഴിയിലേക്ക് എത്തിക്കുകയാണ്. ഒന്നില്ലെങ്കിൽ ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ അവരുടെ ബന്ധു വീടുകളിലേക്കോ എത്തിക്കുകയാണ്. ഇതിനോടകം 2 പേരെ പുറത്തെത്തിച്ചല്ലേ? ഇപ്പം നിലവിൽ ഞങ്ങൾ വന്നവർ കോട്ടയത്ത് നിന്ന്, കടുത്തുരുത്തിയിൽ നിന്ന ഫയർഫോഴ്സ് സംഘമാണ്. കോട്ടയം നിലയങ്ങളിൽ പല സ്റ്റേഷനുകളിൽ നിന്നും ഇതുപോലെ സംഘങ്ങളുണ്ട്. ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഞങ്ങളുടെ ഓഫീസർമാർ കോള് വരുന്നതനുസരിച്ച് തിരിച്ച് വിടുകയാണ്. ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം കോട്ടയം ജില്ലയിൽ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. നമ്മളുടെ ഡിവിഷൻ ഓഫീസർ, ജില്ലാ ഫയർ ഓഫീസർമാരെല്ലാവരും ഇതിൻ്റെ മുൻപന്തിയിലുണ്ട്. അവിടുന്ന് തന്നെ ഡയറക്റ്റ് ചെയ്ത് ഓരോരുത്തരായിട്ട് പല സ്ഥലങ്ങളിലേക്ക് വിടുകയാണ്. എന്തായാലും ഊർജിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് കോട്ടയം ജില്ലയിൽ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രമകരമായി തന്നെ വയോധികരായിട്ടുള്ള ആളുകളെയും എല്ലാം രക്ഷാപ്രവർത്തനം നടത്തി പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം, ഇത്രയും ദുർഘടം പിടിച്ച പ്രദേശത്ത് നിന്ന് ക്യാമറയിൽ ദൃശ്യങ്ങൾ പകർത്തുന്ന ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.